നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പ്രായത്തിന് ശരിയായ ഒരു ബിഹേവിയറൽ ഡെവലപ്മെൻ്റ് ആണോ? അതായത് അവരുടെ ഓരോ ബിഹേവിയറും അവരുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യുന്നതാണോ, അതോ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കുഞ്ഞിൻ്റെ ബിഹേവിയർ ശരിയായിട്ടല്ലേ എന്ന് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ കുട്ടിക്കാലത്തിൻ്റെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൻ്റെ 5 പ്രധാന സ്റ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഹായ് എവരിവൺ, ദിസ് ഇസ് ഡോക്ടർ അമീന എസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അമീനാസ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനൽ. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ ടീനേജർ ആകുന്നത് വരെ അവരുടെ ശരീരത്തിൽ മാത്രമല്ല ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. അവരുടെ ബ്രെയിൻ, അവരുടെ ഇമോഷൻസ്, ലാംഗ്വേജ്, ബിഹേവിയർ, സോഷ്യൽ സ്കിൽസ് എല്ലാത്തിനും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജിലും കുട്ടി എന്താണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ പേരൻറ്റിങ് തന്നെ കുറച്ചുകൂടി ഈസിയാകും. അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ വളർച്ചയിലെ 5 പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻഫാൻസി. ജനിച്ച അന്ന് മുതൽ 1 വർഷം അല്ലെങ്കിൽ 1 വയസ്സാകുന്നത് വരെയാണ്. ഇത് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും റാപ്പിഡ് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യ മാസങ്ങളിൽ കുഞ്ഞ് പ്രധാനമായും കെയർ ഗീവറായ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുന്ന ആരെങ്കിലും ആശ്രയിച്ചായിരിക്കും കഴിയുന്നത്. അവർ മുഖങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും, അവർ സോഷ്യൽ സ്മൈലിംഗ് സ്റ്റാർട്ട് ചെയ്യും, ബാബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഇരിക്കാൻ പഠിക്കും, ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചില കുഞ്ഞുങ്ങൾ നടക്കാനും 1 വയസ്സിന് മുന്നേ തന്നെ തുടങ്ങും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് കുഞ്ഞ് കരയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവരെ സ്നേഹിക്കുന്നത്, സുരക്ഷിതമായ ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കുഞ്ഞിൻ്റെ ബ്രെയിനിനും ഇമോഷണൽ ഡെവലപ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജായ ഇൻഫൻസിയിൽ കുഞ്ഞ് പഠിക്കുന്നത് ഈ ലോകം സുരക്ഷിതമാണോ, എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇനി സ്റ്റേജ് 2 ടോഡ്ലർഹുഡ്. അത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമാണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് പല പേരൻസിനും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. കാരണം ഇവിടെയാണ് കുഞ്ഞ് പെട്ടെന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്യും എന്ന് പറയാൻ തുടങ്ങുന്നത്. അവർ ഓടാൻ തുടങ്ങും, അവർ ചാടാൻ തുടങ്ങും, അവർ സ്റ്റെപ്പ് കയറാൻ തുടങ്ങും, കസേരയിൽ കയറാൻ തുടങ്ങും. അതുപോലെ തന്നെ ലാംഗ്വേജും ഭയങ്കര റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതോടൊപ്പം അവർ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആയിരിക്കും നോ എന്ന് പറയുന്നത്. ഇത് വെറും ഒരു വാശിയോ ദേഷ്യമോ കൊണ്ടല്ല, കുഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് ചോയ്സസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ ഇൻഡിപെൻഡൻസ്, ബൗണ്ടറീസ്, ടാൻട്രംസ് എന്നിവ കൂടുതൽ കാണും. ഇവിടെ പേരൻസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാം കുഞ്ഞിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതിന് പകരം സേഫ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചോയ്സസ് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ടോട്ട്ലേഴ്സ് അവരൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെന്നും അവർക്കൊരു ഓട്ടോണമി ഉണ്ടെന്നും ചോയ്സസ് അവർക്ക് തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു റിയലൈസേഷൻ ഉണ്ടാവും. അത് അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുവും. ഇനി 3ാമത്തെ സ്റ്റേജ്, അത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അത് വരുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞിൻ്റെ ഇമാജിനേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് എന്ന് പറയുന്ന സാധനം കുഞ്ഞിന് അതൊരു കാറായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിക്ക് എടുത്ത് വെച്ച് അവർക്ക് അതൊരു മാജിക് വാൻഡ് ആയിട്ടായിരിക്കും അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ ഈ സ്റ്റേജിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് കുറച്ചുകൂടെ കോംപ്ലെക്സ് ആവും. ലൈക്ക് സിമ്പിളായിട്ടുള്ള കുഞ്ഞു പെരക്കി പറയുന്നതിൽ നിന്നും സെൻറ്റൻസ് ഫോർമേഷൻ തുടങ്ങും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, എന്താണ് അത് അങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഇവിടെ വരാത്തത്. അപ്പോൾ ഒരുപാട് പേരൻസിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറയാമെന്നുള്ളത്. ഇതെന്തിനാണ് ഇത്രയും ചോദ്യം ചോദിക്കുന്നത് എന്ന് ഉള്ളത്. ഇത് അവരുടെ ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റിയാണ് അവരെ ലേണിങ്ങിനുള്ള ഫൗണ്ടേഷൻ ആകുന്നതും നാളെ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ, അവരായിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ക്യൂരിയോസിറ്റിയാണ് അവരെ പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഉടനെ ആൻസർ പറയാണ്ട് അവരെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. എന്താണ് തോന്നുന്നത് എന്ന് തിരിച്ചൊരു കുഞ്ഞു ചോദ്യം ചോദിക്കുക. അപ്പോൾ അവരുടെ കുട്ടി മൈൻഡിൽ തോന്നുന്ന ആൻസർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ സ്റ്റേജിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ഉണ്ട്, ലേണിംഗ് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇതാണ് കീ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ്. ഇനി 4ാമത്തെ സ്റ്റേജ്, അത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് മിഡിൽ ചൈൽഡ്ഹുഡിൻ്റെ സ്റ്റേജ് വരുന്നത്. ഇവിടെ സ്കൂൾ ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കുഞ്ഞിൻ്റെ തിങ്കിങ് എബിലിറ്റി കുറച്ചുകൂടെ ലോജിക്കലാവും. പ്രോബ്ലം സോൾവിങ്, മെമ്മറി, അറ്റൻഷൻ, അക്കാഡമിക് സ്കിൽസ് ഇതെല്ലാം കുറച്ചുകൂടി ഡെവലപ്പ് ആവുന്നു. അപ്പോൾ അക്കാഡമിക്സ് മാത്രമല്ല, ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നെ ആ ഫ്രണ്ടിന് ഇഷ്ടമാണോ, ഞാൻ ആരുടെയെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണോ, ഞാൻ ആ ഗ്രൂപ്പിലാണോ ഉള്ളത് എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. അപ്പം കുട്ടികൾ മിണ്ടാതിരുന്നാൽ ടെൻഷൻ, ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുന്ന പ്രായമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ പേരൻസ് എന്ന നിലയിൽ കുഞ്ഞിൻ്റെ മാർക്സ് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് മാത്രം ഇവാലുവേറ്റ് ചെയ്യാണ്ട് കുഞ്ഞിനോട് സ്കൂളിൽ എന്താണ് നിന്നെ ഇന്ന് സന്തോഷിപ്പിച്ചത്, എന്ത് കാര്യമാണ് മോനെ എന്ന് വിഷമിപ്പിച്ചത് എന്നൊക്കെ ഇടയ്ക്കെന്ന് ചോദിക്കാം. അപ്പോൾ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റും കുഞ്ഞിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റും കൂടി ഇവിടെ അസസ് ചെയ്യണം. അതവന് നാളെ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആവാനും ഒരു ടീം മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ലെവലാണ് സ്റ്റേജ് 4 ഡെവലപ്പ് ആവുന്നത്. സ്റ്റേജ് 5 അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. അത് 12 മുതൽ 18 വയസ്സ് വരെയാണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. കുഞ്ഞിൽ നിന്നും മുതിർന്ന ഒരാളിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് ഈ പീരീഡിൽ നടക്കുന്നത്. പുബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ്ലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ
ചിന്താശേഷിയും കുറച്ചുകൂടി ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യം ഞാൻ ആരാണ് എന്നുള്ളതാണ്. അതൊരു ഐഡൻറ്റിറ്റി ഫോർമേഷനാണ് ഈ പ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഐഡൻറ്റിറ്റി, ഇൻഡിപെൻഡൻസ്, ഫ്രണ്ട്ഷിപ്സ്, സെൽഫ് ഇമേജ്, അതിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് ഇവിടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കൺട്രോളിങ് പേരൻസിൽ നിന്ന് ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു പേരൻ്റായിട്ട് മാറണം. ഇത്രയും നാൾ വരെ നമുക്ക് അവരോട് പറയാം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാം. പക്ഷേ ഇനി അതൊരു ഗൈഡിങ് മൂവ്മെൻറ്റിലോട്ട് പോയില്ലെങ്കിൽ കുഞ്ഞും പേരൻറ്റുമായിട്ടുള്ള ബോണ്ടിങ് അവിടെ കുറയാൻ സാധ്യതയുണ്ട്. അവിടെ റൂൾസ് വേണം, പക്ഷേ റെസ്പെക്റ്റ്ഫുൾ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ കുഞ്ഞിനെ അങ്ങോട്ടൊരു റെസ്പെക്റ്റോടെ കണ്ടു തുടങ്ങണം. അപ്പോൾ കുഞ്ഞ് തിരിച്ച് ആ റെസ്പെക്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇൻഫൻസിയാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് ജനിച്ചത് മുതൽ 1 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. അവിടെ അറ്റാച്ച്മെൻറ്റ്, ബേസിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ സെക്യൂരിറ്റി, ഇതാണ് മെയിൻലി വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ടോട്ട്ലർ സ്റ്റേജാണ്. അത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ്. അവിടെ കുഞ്ഞ് ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി, ചോയ്സ് മേക്കിംഗ് ആണ് പഠിക്കുന്നത്. 3 മുതൽ 6 വരെ ഏർലി ചൈൽഡ്ഹുഡ് ആണ് വരുന്നത്. അവിടെ പ്ലേ, ഇമാജിനേഷൻ, ലേണിംഗ് ആണ് വരുന്നത്. ഇനി 6 മുതൽ 12 വയസ്സ് വരെ മിഡിൽ ചൈൽഡ്ഹുഡ് ഏജ് ആണ്. അവിടെ ഒരു ലോജിക്കൽ തിങ്കിങ്, ഫ്രണ്ട്ഷിപ്പ് മേക്കിംഗ് ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 12 മുതൽ 18 വയസ്സ് വരെയുള്ള അഡോളസൻസ് അവരുടെ ഐഡൻറ്റിറ്റി ഫോർമേഷനും ഇൻഡിപെൻഡൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു ബ്രിഡ്ജിങ് സ്റ്റേജ് കൂടാന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഒരു കാര്യം, ഇതിലെല്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ചിലർ നേരത്തെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലർ വളരെ ലേറ്റ് ആയിട്ട്. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആലോചിച്ചാൽ മതി. ചിലർക്ക് വളരെ നേരത്തെ പല്ല് വരാം, ചിലർക്ക് വളരെ ലേറ്റ് ആയിട്ടേ പല്ല് വരുള്ളൂ. അതുപോലെ തന്നെയാണ് ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യം വരുന്നത്. ഓരോ കുഞ്ഞും അവരുടേതായിട്ടുള്ള സമയം എടുത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. പേരൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ സ്റ്റേജ് മനസ്സിലാക്കുക. ഓരോ നമ്മുടെ കുഞ്ഞ് ഏത് സ്റ്റേജിലാണ് മനസ്സിലാക്കുക. എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ഓർക്കാണ്ട് ആ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ബാക്കിലുള്ള കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. അവരത് നോർമൽ അവരുടെ ബിഹേവിയർ ആണോ, അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണോ അവിടെ നടക്കുന്നത്, ബിഹേവിയർ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് ആണോ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനനുസരിച്ച് പേരൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ 5 സ്റ്റേജിൽ നിങ്ങളുടെ കുഞ്ഞ് ഏത് സ്റ്റേജിലാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം ചൈൽഡ് ഡെവലപ്മെൻറ്റ്, പോസിറ്റീവ് പാരൻറ്റിങ് വീഡിയോസ് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വേണമെങ്കിൽ ഹാനാസ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ